താടിയൊക്കെ വളർന്നു. താടിയൊക്കെ വളർന്നു. താടിയൊക്കെ വളർന്നു. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഓലക്ക പോലെ ഒരുമയിൽ നടന്നു ചിരിച്ചു കളിച്ചു. കൊടകളൊന്നുമില്ലാതെയാവോ, കൊടകളില്ലാതെ ആയാലെങ്ങനെ, കൊടകൾ പുതിയത് സൃഷ്ടിച്ചിടണം. ഒരു കൊട നോക്കട്ടെ. കൊട 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 നല്ല കിടലൻ കൊട. അവിടെ കണ്ട ചെറിയൊരു ഗ്യാപ്പ് പോലെ കണ്ട എലി മുറിച്ചതാ ഇത്. ഞാൻ ഒരു സ്ഥലത്ത് തേങ്ങ പറിക്കാൻ പോയാലോ, അവിടെ നിന്ന് കണ്ടിട്ട് ചോദിച്ചിട്ട് വാങ്ങിച്ചതാണ്. മറ്റേ ഫോണിൻ്റെ ആൾക്കാർ ഇനി പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചിട്ട് ഈ സൈഡിലെല്ലാം ഓരോ ഇതാണ് ഞേലിനാട്ട. ആ ഞേലിനാട്ട ആ ഞേലുന്ന സ്ഥലത്തെല്ലാം ഓരോ പേരും വിളിക്കണം. എന്നിട്ട് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണം. കുറേ ബിസിനസ് ഞാൻ ആലോചിച്ച് വെച്ചു. കോണ വളർത്തൽ, പശു വളർത്തൽ, കോഴി വളർത്തൽ, എന്തെല്ലാം. എനിക്ക് ചോറ് വെച്ചുതരാൻ മാത്രം ആരുമില്ല. അന്നെ വളർത്താൻ ആരുമില്ല. ഞാനെങ്ങനെ വളരും? എന്ത് ചെയ്യാനാ? അന്നെ വളർത്താൻ മാത്രം ആരുമില്ല. ആരോട് പറയാനും? കുടയെന്താണ് കുടേൻ്റെ വണ്ണം കീടനെ കുടയാ. കീട കുട തോർത്ത വെച്ച മലത്തി വെച്ച പോലത്തെ ജതി. ജതി അറിയേണ്ടതേ നാരായണ. പെണ്ണിനെയും കൂട്ടിയിട്ട് വരാൻ പറ്റിയ കോടയത്. ഒരു പെയിൻറ്റിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ കീടില്ല. മാവേലി നാടു വാണിടും കാലം ഓലക്കൂടയും എടുത്ത കാലം. ഇന്നത്തെ കാലം തുണിക്കൂടകൾ ചൂടാൻ ഞാൻ ഒറ്റക്ക് മാത്രം.